പീരിമേട്ടിൽ ആദിവാസി സ്ത്രീ സീത കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് 1 വർഷം. കാട്ടാന ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന് ഉറപ്പായിട്ടും ഭർത്താവ് ബിനുവിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് വനംവകുപ്പ് ശ്രമിച്ചത്. ഭാര്യയുടെ ഘാതകൻ എന്ന ആരോപണം കേൾക്കേണ്ടി വന്നതിന്റെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ബിനു ഇനിയും മുക്തനായിട്ടില്ല. വന്യമൃഗ ആക്രമണത്തിൽ മരിക്കുന്നവർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായവും ഈ കുടുംബത്തിന് നിഷേധിച്ചു. 2025 ജൂൺ 13 വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് ബിനുവും ഭാര്യ സീതയും മക്കളും പീരുമേട് മീൻമുട്ടി വനമേഖലയിലേക്ക് പോയത്. ഇതിനിടെ അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണമുണ്ടായി. സീതയെ ആന തട്ടി എറിഞ്ഞു. ഭാര്യയെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടെ ബിനുവിനും പരിക്കേറ്റു. എന്നാൽ ബിനുവിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് വനംവകുപ്പും സീതയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ശ്രമിച്ചത്. നിരപരാധിയായ ബിനുവിനെ ഭാര്യയുടെ കൊലയാളിയായി ചിത്രീകരിച്ചു. പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് സത്യം പുറത്തു വന്നത്. ഒരു തീരുമാനമില്ല. തീരുമാനം ചെയ്തവരെ എന്നെ ഒരു വിവരങ്ങൾ അറിയിച്ചിട്ടില്ല. തീരുമാനങ്ങളൊന്നും. എന്താണ് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്? അന്വേഷിച്ചപ്പം കുറച്ചുകൂടെ കാലതാമസം ഉണ്ടെന്ന് പറഞ്ഞുള്ള നീട്ടി വിടുന്നല്ലാതെ ഒരു വിവരങ്ങളല്ലാതുള്ള ഒരു വിവരം അറിയത്തില്ല. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെടാനാണ് എൻ്റെ തീരുമാനം. കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകേണ്ട സാമ്പത്തിക സഹായം ഇതുവരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.